ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഭയങ്കരമായ ചിന്താവിഷ്ടയായി ശ്യാമളനാണ് കേട്ടോ. എനിക്കിന്നിപ്പോൾ മദ്രസക്ക് പോകാൻ തീരെ താല്പര്യമില്ല. രാവിലെ മുതൽ 8:10 എന്ന് പറഞ്ഞിട്ടാണ് നീച്ചത് വന്നതൊക്കെ. അപ്പോൾ ഒന്ന് മഴയൊക്കെ പെയ്തിട്ട് തോർന്നൊരു അന്തരീക്ഷമാണ്. അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള ഇഡ്ഡലി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇഡ്ഡലി ചട്നിയും കഴിക്കാൻ ഒരു പൂതി. അപ്പോൾ പിന്നെ അതായിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ സൈഡിലേക്കായിട്ട് നമ്മൾ തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സിമ്പിൾ ചട്നി കേട്ടോ, റെസിപ്പീസ് ഒന്നും കാണിക്കുന്നില്ല. ചട്നി പിന്നെ നമ്മൾ എല്ലാവർക്കും അറിയാലോ. പിന്നെ ഉച്ചയ്ക്കുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാന്ന് കരുതി. അപ്പോൾ പടം അല്ലെങ്കിൽ പരിപ്പ് ദേ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു കറിയുടെ റെസിപ്പി ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ അത് കാണിക്കണില്ല. അപ്പോൾ തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിത് കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചൊഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചേനയുടെ തണ്ടാണ് കേട്ടോ കറി വെച്ചിട്ടുള്ളത്. നമ്മൾ മുന്നേ കറി വെച്ചപ്പോൾ കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് കറി ഉണ്ടാക്കി. പിന്നെ നമ്മൾ സെയിം ചട്ടിയിൽ തന്നെ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു. ഞാനിന്ന് സ്കൂളിലേക്ക് ഞാൻ സോയാബീൻ ഫ്രൈ ആണ് കൊടുത്തയക്കാന്ന് വിചാരിച്ചു കേട്ടോ. അധിക ദിവസങ്ങളിലും ഈ ഒരു സാധനം തന്നെയാണ് നമ്മൾ കൊടുത്തു വിടാറ്. എനിക്കതാണ് ഇഷ്ടം. എന്നാ പിന്നെ അത് നട്ടേന്ന് കരുതും. ചിലപ്പോൾ ഉരുളൻകിഴങ്ങൊക്കെയാണ് അതവിടെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ സൈഡിൽ ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് അവിടെ കൈപ്പക്കുപ്പേരി ഉണ്ടാക്കാന്ന് എഴുതിയിട്ട് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോയാബീൻ ഒക്കെ ഇതേ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല മസാലയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെയിം പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറും ഫ്രൈ മാത്രമാണ് കൊടുത്തയക്കല്. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് ആക്കി കൊടുക്കാന്ന് കരുതിയിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം വേണ്ടേന്ന് കരുതിയിട്ട്. അപ്പോൾ അതേ മസാല ഇട്ട് ഒന്ന് പച്ചമണൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത സോയാബീൻ ഇട്ട് മിക്സ് ചെയ്തു കുറച്ച് മല്ലിയിലേയും തൂവി കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടാവും. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഓനക്ക് കൊടുത്ത് എനിക്കും ഇഷ്ടമായി. ഇതിന്റെ ഇടയിൽ ഞാൻ കുറച്ച് ഇഡ്ഡലിയൊക്കെ കുത്തി കയറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ഇഡ്ഡലിയൊക്കെ തിന്നു കേട്ടോ. അപ്പോൾ അപ്പോഴായിട്ട് ഇടക്കും തലക്കൊക്കെ ഇഡ്ഡലി കഴിക്കും. ഇഡ്ഡലിയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ എല്ലാവരും സെറ്റായിട്ടുണ്ട്. അർഷാക്കും കുട്ടികളും ഭയങ്കരമായിട്ടുള്ള പണിയിലാണ് കേട്ടോ. ഒരു ചെറിയൊരു അക്വേറിയം സെറ്റാക്കിയിട്ടുണ്ട്. അതിന്റെ വെള്ളമൊക്കെ മാറ്റി ചളിയൊക്കെ കളയാണ്. അക്വേറിയം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സംഭവം നല്ല കേട്ടോ. അപ്പം എന്താ പറയുക, കോറിന്ന് പിടിച്ചോടുന്ന മീനാണ്. അപ്പം കുറച്ച് ദിവസമായിട്ട് ഹണ്ടിങ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, രാവിലെയും ഉച്ചക്കും വൈകുന്നേരമൊക്കെ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു എന്താ പറയുക മീനിടുന്ന സ്ഥലം. അപ്പൊ 3 എന്താ പറയാ കല്ല് വെച്ചിട്ട് അതിൻ്റെ ഉള്ളില് വെള്ളമൊക്കെ ഷീറ്റ് വെച്ചിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് മീനിനെ ഇടാൻ കേട്ടോ. ഇസുവിന്റെ ഏട്ടപ്പോ ഈ കുളം ഓന്റെ കുളാണെന്നാണ് ഓൻ പറയാ. അസമോൾ ഉണ്ടാവാറുണ്ട്. പിന്നാലെ മഴ ചാറിയും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മഴച്ചാറിൽ കൊണ്ടിട്ടാണ് ഇവരുടെ എന്താ പറയുക ടാങ്ക് ക്ലീനിങ് ഒക്കെ, ഫിഷ് ടാങ്ക് ക്ലീനിങ് ഒക്കെ. അപ്പൊ ശരിക്കും നല്ലൊരു അക്വേറിയം സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇസുവിനെ പേടിച്ചിട്ടാണ് ചെയ്യാത്തത്. ഓനെപ്പോഴും കൈയിട്ട് ക്ലിമ്പി മീനിനെ പിടിക്കും. എന്താ പറയാ ചിലപ്പോൾ കൊല്ലുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പൊ നമ്മൾ അതിലുള്ള വേസ്റ്റ് ഒക്കെ കളഞ്ഞ് വെള്ളമൊക്കെ മാറ്റി നല്ല വെള്ളം, ഫ്രഷ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മീനുകൾ ഇതിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. എന്താ പറയാ നമ്മുടെ സിലോപ്പി കുട്ടികളില്ലേ, കോറിന്നൊക്കെ ആ മീനല്ലേ കിട്ടുക, അതാണ് കേട്ടോ. അപ്പൊ അത് കൊടുന്നപ്പോ തന്നെ കുറെ ചത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി ജീവുള്ളതിനൊന്നും ഇസ് കൊല്ലാൻ സമ്മതിക്കൂല. ഓനക്ക് വളർത്തണം എന്ന് പറഞ്ഞിട്ട് ഓനത് അങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിങ്ങനെ നീന്തുന്നൊക്കെ രസമാണ്. കുറെ നേരം അതിന് നോക്കി ഇങ്ങനെ നിൽക്കും, വേറെ എവിടേക്കും പോകുന്നില്ല. ഓനക്കൊരിഷ്ടം. അങ്ങനെ നമ്മൾ മീനിനൊക്കെ വേറൊരു ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ചായയൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടി അവിടെ ഇരുന്നപ്പോഴാണ് ഇപ്പൊ ഈ ഒരു പരിപാടിയുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അതിന്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ കുട്ടികളെ മദ്രസൊക്കെ വിട്ടുന്നത്. കുട്ടികളെ മദ്രസ വിട്ടപ്പോഴേക്കും നല്ല മഴ ഉണ്ടായിട്ടോ. അപ്പൊ ജയ മാത്രം നനഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളവരൊക്കെ കുടയിലാണ് വരുന്നത്. ഓൻ്റെ അടുത്ത് റെയിൻകോട്ടാണ്. അപ്പൊ ഇടാനുള്ള മടി കാരണം നനഞ്ഞു നിൽക്കുകയാണ്. മദ്രസ വിട്ട് വരുമ്പോൾ ആരെങ്കിലുമൊക്കെ മുട്ടായി സ്പോൺസർ ചെയ്യും കേട്ടോ. അപ്പൊ ഇന്ന് ഈ കുട്ടിയാണ് മുട്ടായി സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ചവച്ചിട്ടാണ് വരിക. ഒരെണ്ണം ഉള്ളെങ്കിൽ തിന്ന് വരരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറുക്കം കണ്ട ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. പക്ഷെ എന്നാലും ചമച്ചിങ്ങനെ വരും. പറ്റോ ഇസു ചോദിക്കും എന്താണോ അവന്റെ തൊള്ളയിൽ എന്താന്നൊക്കെ ചോദിക്കട്ടെ. ഇസു ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അങ്ങനെ എല്ലാരും കൂടെ മീനിന്റെ വെള്ളമാണെങ്കിൽ പഴയ വെള്ളം ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഇത് കാണിച്ചാൽ അതിൽ കൈയിട്ട് ക്ലിമ്പിയിട്ട് സോപ്പൊക്കെ ഇട്ട് കഴുകി വരും. സോപ്പിട്ട് കഴുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം മീനിൽ കളിച്ചിട്ടാണ് വരുന്നത് എന്നുള്ളത്. കഴുകിയിട്ടാ വരിക, അതാ പിന്നെ ഒരു സമാധാനേ. അങ്ങനെ ജയാന് തൊപ്പിയും കിറ്റും ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് മീനിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളൊക്കെ ഉണ്ടിട്ടെന്നാ ഞാൻ ഒരു മെയിൻ്റെ ഇല്ല. ഞാൻ പിന്നാലെ നടന്ന് ഇങ്ങനെ സ്കൂളുണ്ട് ഇങ്ങനെ ഡിഗ്രിയല്ല കേട്ടോ. എന്നാലുള്ള ഓനൊക്കെ അതിന് മുതിര നമുക്ക് വേണ്ടിയിട്ടാണ് ഒരു പോണെന്നാണോ അല്ലെങ്കിൽ വിചാരം. ഹർഷാക്കും ഇതേ മീനിനൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെക്കനിതേ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ട്. ജയാന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഡ്ഡലി, ചട്നി അങ്ങനത്തെ സാധനങ്ങളൊക്കെ. കുറെ ദിവസമായി ഉണ്ടാക്കിയിട്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവർക്കും നല്ല പോളിംഗ് ആയിരുന്നു. പിന്നെ ഹർഷാക്കുവിന് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല, ഇഡ്ഡലി, ദോശ, ചട്നി. ഹർഷാക്കുവിന് ചിക്കനും മീനൊക്കെ വേണം കേട്ടോ രാവിലെ തന്നെ. അപ്പം എന്നാലും ഞാൻ ഇടക്ക് നിലക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും, എന്നിട്ട് കഴിക്കാനൊക്കെ പറയും. അപ്പോൾ 2 എണ്ണമൊക്കെ കഴിക്കും കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ ഓൻക്ക് ഓന്റെ ചാനലിൽ വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഇൻട്രോ ഒക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കണമൊക്കെ. അപ്പം ഇപ്പൊ ഫോണിലാണ്. ഹർഷക്ക് പന്ത് കളിക്കുന്നുണ്ട്. ഫാസില്, മണി എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളെ കുട്ടീസൊക്കെ ഉണ്ട്. ഒക്കെ ഇതിന് സ്കൂളുണ്ട്, പോകാനുള്ള ടൈം ആയിട്ടില്ല. അതാണ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കണത്.
അപ്പൊ മദ്രസ കുറച്ച് നേരത്തെ വിടും, സ്കൂളുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇപ്പം കുറച്ച് നേരത്തെ വന്നതാണ് കേട്ടോ. അപ്പൊ വന്നാലും കുറച്ചു നേരം സമയം കളിക്കാൻ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോയിലാക്കിയത്. സ്കൂൾ ബസ്സിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കാനുള്ള സമയമൊന്നുമില്ല, തിന്ന വാട ഓടേണ്ടി വരും. സ്കൂൾ ബസ്സൊക്കെ കുറച്ച് നേരത്തെ വരും കേട്ടോ. അപ്പൊ നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ പെൻഡിങ് ആണ്. അപ്പൊ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ സയാനീസും കൂടെ നല്ല കളിയാണ് കേട്ടോ. ഓന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ ഫുട്ബോൾ അല്ല പന്ത് കളിക്കാൻ ഇറങ്ങിക്കാണ്. അന്ന് വാങ്ങിയ പന്തും ബാറ്റാണ്. അതുകൊണ്ട് ഒരു സുഖസൗകര്യമില്ല ഇവിടെ. ചിലപ്പോൾ എന്റെ മോന്തൊക്കെ കടിക്കൂട്ടപ്പില് 2 മക്കളും കൂടി എന്നെ കൊല്ലുന്ന തോന്നുന്നു. എങ്ങിട്ട് തിരിഞ്ഞാലും വേദനകളാണ്. ചിലപ്പോൾ ഇസു പാഞ്ഞിട്ട് വരും കേട്ടോ. അപ്പൊ അതിന്റെ വയറിന്റെ അത്രേ ഉള്ളൂ ഇസു ഹൈറ്റ് വരും. അപ്പം തല ഇങ്ങനെ വയറിൽ തട്ടുമ്പോൾ ഭയങ്കര വേദനയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ എന്താണ്, കോറിമീനാണ് കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോറിമീൻ. അപ്പൊ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആകെ ഐസായിട്ടുണ്ട്. അപ്പൊ വെള്ളമൊക്കെ ഒഴിച്ച് വെക്കാൻ കേട്ടോ, ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ പോലും എന്ന് കരുതി ഞാനത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കയ്പക്കുപ്പേര് സെറ്റാക്കാം. വെളിച്ചെണ്ണയിൽ കുറച്ച് വെല്ലുള്ളി, പച്ചമുളക്, കറിവേപ്പിലേക്ക് ഇട്ടൊന്ന് വഴറ്റി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കയ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. കയ്പക്കുപ്പേര് പല രീതിയിലും വെക്കും. ഞാൻ ഇപ്പൊ ഇന്ന് ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ഞാൻ സാധാരണ ചെറിയുള്ളിയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പൊ വെല്ലുള്ളി ഇട്ടു. പിന്നെ ഇതേ വട്ടത്തിലരിഞ്ഞ കയ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും. വെള്ളം ഒഴിക്കണില്ല, വെളിച്ചെണ്ണയിലാണ് വേവിക്കണത്. ഞാൻ കയ്പൊക്കെ ചില സമയത്ത് ഉള്ളിലുള്ള കുരുവൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ, ഒക്കെ എടുത്തിട്ടാണ് കട്ട് ചെയ്യല്. ഇതിപ്പോ ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. എങ്ങനെ കട്ട് ചെയ്താലും നല്ല രസമാണ് കേട്ടോ. കുറെ ആയി കയ്പക്കുപ്പേരി തിന്നിട്ട് ഭയങ്കര വിലയായിരുന്നു ഇതിന്. അതുകൊണ്ട് നമ്മൾ വാങ്ങലില്ലായിരുന്നു. പിന്നെ ഇതേ നമ്മൾ ചോറൊക്കെ വെന്ത് ഞാനിങ്ങനെ ശ്വാസം ഇട്ടിരിക്കുന്നു. അപ്പോഴാണ് അമ്മി അനിയത്തി വിളിച്ചത്, ഓല് വരുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വീണ്ടും ചോറിനുള്ള വെള്ളം വെച്ചു, അരി എടുത്തിട്ടു. അല്ലെങ്കിൽ നമുക്ക് ഉച്ചക്ക് ഫുഡ് തികയില്ല. അപ്പം ചോറ് സെറ്റാക്കണം. പിന്നെ നമ്മുടെ കോറിമീൻ ഇതേ നന്നാക്കി ക്ലീൻ ചെയ്ത് മസാലയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കടയത്തെ മീനുമാണ് കേട്ടോ. ഇതും സിലോപ്പി തന്നെയാണ്. അപ്പൊ രണ്ടിനും 2 ടേസ്റ്റ് ആണ് കേട്ടോ. അതിന്റെ ഇടയിൽ അനിയത്തി ഉമ്മയൊക്കെ വന്നു. ഓള് വന്ന പാട് കുറച്ച് ഇഡ്ഡലിയൊക്കെ കുത്തി കയറ്റിയിട്ട് ബുദ്ധുമാരി ഇരിക്കുക. ഞാൻ ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇരുത്തിയതാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്താണ്. ഓല് വെറുതെ വന്നാണ് കേട്ടോ. അപ്പം ഓൾക്ക് പുതിയൊരു ഫോണൊക്കെ ഇടിക്കണം. അതിനാലെ മലങ്ങി മനുഷ്യൻ എങ്കിൽ തിരിഞ്ഞാല് സെൽഫിയാണ് കേട്ടോ. വന്ന പാടെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോയില്ല. ഓളുമ്മാന് ഇമ്മ പിന്നെ പാവ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഓള് വിളിക്കണേനൊക്കെ പോയിട്ട് വെറുതെ സെൽഫി എടുത്ത് ഇങ്ങനെ കൂട്ടാണ്. ആ ഫോൺ കിട്ടിയൊരു ആവേശം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതവിടെ സ്റ്റക്കാവും കേട്ടോ. അങ്ങനെ അമ്മി അനിയത്തി വന്നപ്പോൾ ഇസു ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇസു അർഷാക്കിന്റെ കൂടെ. അതിന്റെ ഇടയിൽ അർഷാക്ക് ഫുഡ് കഴിക്കാൻ കുറച്ച് നേരത്തെ വന്നപ്പം കോറി പോയിട്ടോ കുറച്ചു നേരം. സിദ്ദിഖാക്കി ഉണ്ടായിരുന്നു കോറിയിൽ. അപ്പം ഓരവിടെ ഉണ്ട് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കോറി കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അങ്ങനെ ഓല് പോയിട്ട് കുറച്ചു നേരം ഇരുന്നിട്ട് കുറച്ച് മീനെ വീണ്ടും പിടിച്ചോടുന്നു. അപ്പൊ കുറച്ചു ദിവസമായിട്ട് തന്നെ പരിപാടി, കോറി പോവാൻ മീൻ പിടിക്കുക. ചെക്കൻ അതിന് അഡിക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ കോറിക്ക് ഓനെ കൊണ്ടാതെ പോയപ്പോൾ പ്രശ്നമാണ്, വയലന്റ് ആവും, കരഞ്ഞു പൊളിക്കും. അങ്ങനെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ലിയമോളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഷാനിയത്തിയും ഇസു ആണ് പോയത് കേട്ടോ. ഓട്ടോയിലാണ് പോയത്. സാധാരണ ഷാക്കിറാണ് കൊണ്ടുവരലൊക്കെ. ഇന്നിപ്പോ ഓനക്ക് എന്തോ ഒരു പണിയായിപ്പോയി. അപ്പൊ അങ്ങനെ ഓളാണ് പോയി കൊടുക്കുന്നത്. പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഒരു പോയത്. ഇതിനിടയിൽ ഞാൻ കുറെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി ഗൈസ്. പിന്നെ എന്തോ നമുക്ക് പറ്റിയില്ല. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ.